ഗായ്സ് അപ്പം എൻ്റെ മുടി ഞാൻ വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീനെ ഞാൻ വേഗം കളഞ്ഞിട്ട് വരാം. ഗായ്സ് അപ്പം നമ്മൾ എപ്പോഴും ഹെയർ കട്ട് ചെയ്യാൻ നമ്മുടെ സ്വന്തം കടയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മുടി അങ്ങ് നമുക്ക് വെട്ടി പറിച്ച് ഇതുവരെ കളഞ്ഞേക്കാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ശാസ്ത്രം അറിയുമോ എന്നറിയില്ല എങ്കിലും ഞാൻ പറയാം. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജികളും പോസിറ്റീവ് എനർജികളും ക്യാരി ചെയ്യാനുള്ളൊരു എനർജി, അതായത് ഒരു പവർ നമ്മുടെ ഹെയറിനുണ്ട്. അപ്പം നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹെയറിൽ തങ്ങി നിൽക്കും. അപ്പം എസ്പെഷ്യലി കൂടുതലായിട്ടും നെഗറ്റീവ് ആണല്ലോ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുക. അപ്പം നമ്മുടെ മുടിക്കും അതിനൊരു പങ്കുണ്ട്. അപ്പം നമ്മുടെ നെഗറ്റീവ് എനർജികളെല്ലാം നമ്മുടെ ഈ മുടി സ്റ്റോർ ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഓർത്ത് വിഷമിപ്പിക്കാൻ മുടിക്കും ഒരു വലിയൊരു പങ്കുണ്ട് കേസ്. അതുകൊണ്ട് തന്നെ മുടിയിലാണ് മോസ്റ്റ് ആയിട്ട് നെഗറ്റീവ്സ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാരണന്മാരൊക്കെ പറയല്ലേ, നീ മുടി ഒന്ന് വെട്ടി തന്നെ നിൻ്റെ തലവേദന പോകും, നീ മുടി ഒന്ന് വെട്ടി തന്നെ നിൻ്റെ പനി കുറയും എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ അല്ല, അതിലൊരു ശാസ്ത്രമുണ്ട് കേട്ടോ. അപ്പം ഈ മുടി വെട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈമും ഞാൻ തമിഴ്നാട് പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് വീണ്ടും ഇവിടെ എല്ലാവർക്കും ജലദോഷം പിടിച്ചു, ആ കൂട്ടത്തിൽ എനിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ആയിട്ടും എന്താ പിടിച്ചതിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുടി വളർന്നുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മുടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെവിതല ഉണ്ടാവില്ല. അമ്മച്ചിയും അമ്മയും അവിടുന്ന് ഇവിടുന്ന് മുടി വളർന്ന് കൊച്ചിൻ്റെ സ്വഭാവം അറിയാം, മുടി വളർന്നു അയ്യോ കൊച്ചിന് അസുഖം വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ എനിക്ക് സമയമുള്ളൂ, അത് കേൾക്കാനും മാത്രമേ എനിക്ക് സമയമുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പാരൻസ് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യം വേറെ ഒന്നുമില്ല. പിന്നെ മുടി നീട്ടാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ, എസ്പെഷ്യലി ബോയ്സിനായിരിക്കും മുടി നീട്ടാൻ കൂടുതൽ ഇഷ്ടം. പക്ഷേ എൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഹെയർസ് ഗൈസ്. കാരണം ഞാൻ മുടീനെ ഒരുപാട് വെറുക്കുന്നു. കാരണം മുടീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്, കാരണം അറിയാമല്ലോ. അപ്പം ഞാൻ മുടി വെട്ടുന്ന മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈലിന് പ്രത്യേകിച്ച് നെയിമൊന്നുമില്ല. അങ്ങനെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്കതിൽ നെഗറ്റീവുകളുണ്ടെങ്കിൽ മുടി വെട്ടിക്കളയാൻ ആരും മറക്കണ്ട ഗായ്സ്. അപ്പം ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർ കമന്റ് മറക്കലുള്ളൂ ഗായ്സ്. മുടി വെട്ടിയ സന്തോഷത്തിൽ ഞാൻ ഓടിച്ചടി വരാൻ പോവാണ്. അപ്പം ഞാൻ മുടി സ്പൈക്ക് ചെയ്ത് എല്ലാം ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അല്ല സമാധാനമായിട്ട് ബാക്കിലേക്ക് നിൽക്കും. ഇവിടെ മുടി ചെറുതായിട്ട് അങ്ങനെ എല്ലാ നെഗറ്റീവുകളെയും ഞാൻ മുടിയിൽ കൂടി പറഞ്ഞു വിട്ടിരിക്കുകയാണ് അല്ലേ ബാബാജി? അതെ. മുടി വെട്ടിയപ്പോൾ സമാധാനമായിരിക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ.